പാലക്കാട് എം.എൽ.എ. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ രേഖാമൂലം തന്നെ പരാതി ലഭിച്ചിരിക്കുന്നു. സംസ്ഥാന വനിതാ കമ്മീഷൻ, അതുപോലെ തന്നെ ബാലാവകാശ കമ്മീഷൻ തുടങ്ങിയ ഇടങ്ങളിലൊക്കെ പരാതി ലഭിച്ചു. ഗർഭഛിദ്രം നടത്തിയ സംഭവത്തിൽ രാഹുലിനെതിരെ പരാതി നൽകിയത് പാലക്കാട്ടെ മഹിളാ മോർച്ച പ്രവർത്തക അശ്വതി മണികണ്ഠനാണ്. അശ്വതി മണികണ്ഠൻ നമുക്കൊപ്പം ചേരുന്നു. ദേശീയ സംസ്ഥാന ബാലാവകാശ കമ്മീഷനുകൾ നേരിട്ടാണല്ലോ, ജില്ലാ വനിതാ സംരക്ഷണ കേന്ദ്രത്തിലും നേരിട്ട് പരാതി നൽകിയിട്ടുണ്ടല്ലോ അശ്വതി മണികണ്ഠൻ. എന്തുകൊണ്ടാണ് കോൺഗ്രസ് ഇത്രയും നാൾ പറഞ്ഞുകൊണ്ടിരുന്നത്, അല്ലെങ്കിൽ രാഹുൽ തന്നെ പറഞ്ഞുകൊണ്ടിരുന്നത്, എനിക്കെതിരെ രേഖാമൂലം എവിടെയും പരാതിയില്ല, എല്ലാം ഫോൺ സന്ദേശങ്ങളും ചമയ്ക്കപ്പെട്ട പ്രത്യേക നാടകങ്ങളുമാണ് നടക്കുന്നത് എന്ന് പറഞ്ഞ് രക്ഷപ്പെടാനാണ് രാഹുൽ ശ്രമിച്ചത്? പക്ഷേ ഇപ്പോൾ നേരിട്ട് അശ്വതി മണികണ്ഠൻ തന്നെ നേരിട്ട് പരാതി നൽകിയത് ഇത്തരം അവകാശവാദങ്ങൾ പൊളിക്കാൻ തന്നെയല്ലേ? നിലവിലെ എം.എൽ.എ. ആയ രാഹുൽ മാങ്കൂട്ടത്തിനെ പ്രതിനിധീകരിക്കുന്ന നിയമസഭയിൽ നിന്നാണ് ഞാൻ ഈ പരാതി നൽകിയിട്ടുള്ളത്. ദേശീയ കമ്മീഷൻ, അതുപോലെ തന്നെ സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ എന്നിവർക്കാണ് പരാതി നൽകിയിട്ടുള്ളത്. കാരണം ഇത്രയധികം തെളിവുകൾ ദൃശ്യമാധ്യമങ്ങളിലൂടെ നമ്മളെല്ലാവരും കേട്ട് കഴിഞ്ഞു. അതിന്റെ ഓഡിയോ രേഖകളെല്ലാം പുറത്തു വന്നിട്ട് പോലും എം.എൽ.എ. ആയി ഇപ്പോഴും തുടരുന്നു. ഇരയ്ക്ക് നീതി ലഭിച്ചിട്ടില്ല എന്നുള്ളത് തന്നെ വളരെ ഖേദമായിട്ടുള്ള ഒരു കാര്യമാണ്. അതിനെതിരെ തെളിവുകൾ സഹിതം പരാതികൾ നൽകിയിട്ടുണ്ട്. അത് അവർ സ്വീകരിച്ചു എന്നുള്ളതിന്റെ റിപ്ലൈയും നമുക്ക് വന്നിട്ടുണ്ട്. തുടർന്ന് എം.എൽ.എയുടെ രാജി ആവശ്യപ്പെട്ടുകൊണ്ടാണ് അടുത്ത ദിവസങ്ങളിൽ സമരവുമായി പോകാൻ ഉദ്ദേശിക്കുന്നത്. ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾ തുടർന്നുകൊണ്ട് തന്നെയായിരിക്കും. ഇന്ന് വൈകിട്ടിപ്പോൾ രാഹുൽ വാർത്താ സമ്മേളനം മാധ്യമങ്ങളെ കാണാൻ തീരുമാനിച്ചുവെങ്കിലും അവസാന നിമിഷം അതിൽ നിന്നും പിന്മാറി. എന്നാലും തൽക്കാലം ഭാവിയിൽ രാജിവെക്കേണ്ടി വരും, സമ്മർദ്ദങ്ങൾ വലുതാകുമ്പോൾ രാജിവെക്കേണ്ടി വരും. പക്ഷേ തൽക്കാലം വളരെ പെട്ടെന്ന് രാജിവെക്കാതെ മുന്നോട്ട് പോകാനാണല്ലോ നിലവിലെ പാലക്കാട് എം.എൽ.എ. ശ്രമിക്കുന്നത്. അശ്വതി മണികണ്ഠൻ, അല്ല, അദ്ദേഹത്തിന് ഒരിക്കലും പാലക്കാട് ഒരു എം.എൽ.എ. തുടരാൻ പാലക്കാട്ടുകാർ സമ്മതിക്കില്ല. അദ്ദേഹത്തിന് ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായി വീട്ടിൽ നിന്ന് പോലും പുറത്തിറങ്ങാൻ പറ്റാത്തൊരവസ്ഥയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം പാലക്കാടിൽ വിജയിപ്പിച്ച ജനങ്ങളോടെല്ലാം അദ്ദേഹം മറുപടി പറയേണ്ട ഒരവസ്ഥയാണ്. അത് കാരണം അദ്ദേഹം ചാനലുകൾക്ക് മുന്നിലോ മറ്റ് ദൃശ്യമാധ്യമങ്ങൾക്ക് മുന്നിലോ വരാൻ അദ്ദേഹം തയ്യാറാവില്ല. അത് തന്നെ വലിയൊരു പരാജയമാണ്. അദ്ദേഹം അത് രാജി സമ്മതിച്ചേ മതിയാവൂ എന്നുള്ളൊരു സാഹചര്യത്തിൽ എത്തി നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. തീർച്ചയായും പാലക്കാട്ടെ 100 കണക്കിന് വനിതകളെ പ്രതിനിധീകരിച്ചാണ് അശ്വതി മണികണ്ഠൻ ഇപ്പോൾ രേഖാമൂലം പരാതി നൽകിയത്. ഈ അവസരത്തിൽ ജനം ടിവിയോട് പ്രതികരിച്ചതിന് വളരെയധികം നന്ദി. അരുൺ ആലത്തൂർ കൂടി ചേരുന്നു. അരുൺ, ഇവിടെ പരാതി നൽകിയ അശ്വതി മണികണ്ഠൻ നമ്മളോട് പ്രതികരിച്ചിരിക്കുന്നു. കാരണം എം.എൽ.എ. ആയി തുടരാനുള്ള ധാർമ്മിക അവകാശം രാഹുൽ നഷ്ടപ്പെട്ടിരിക്കുന്നു.